ഹലോ, ഇന്നത്തെ വീഡിയോ ഐബ്രോസ് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. എനിക്ക് കുറേ പേര് DM ചെയ്തിട്ടുണ്ടായിരുന്നു, കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഐബ്രോസിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യാവോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഐബ്രോ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഐബ്രോ പൗഡേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഐബ്രോ ജെല്ലുണ്ട്, പെൻസിൽസ് ഉണ്ട്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് നോർമൽ യൂസിന് ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഐബ്രോ പൗഡർ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ആദ്യം നമ്മളിങ്ങനെ ഒരു സ്പൂലി ബ്രഷ് വെച്ചിട്ട് നന്നായി കോംബ് ചെയ്ത് കൊടുക്കണം. ആദ്യം നിങ്ങളിങ്ങനെ മുകളിലേക്ക് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കണേ. ഇവിടെ ഞാനിപ്പം സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ഐബ്രോ പൗഡറാണ് എടുക്കുന്നത്. പിന്നെ നിങ്ങൾ ഐബ്രോ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ആംഗിൾ ബ്രഷ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോൾ നിങ്ങൾ ഐബ്രോ ഫില്ല് ചെയ്ത് തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിംഗ് പോർഷനിൽ നിന്ന് ഡാർക്കായിട്ട് ചെയ്യരുത്. ഈ ഒരു ഭാഗത്ത് നിന്ന് ചെയ്ത് തുടങ്ങാവുള്ളൂ, എന്നാലേ നിങ്ങൾക്ക് ആ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടത്തുള്ളൂ. എപ്പോഴും നമ്മൾ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ലൈറ്റ് ആയിട്ട് എടുക്കാവുള്ളേ, ഓവറായിട്ട് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഞാൻ താഴെ ലൈൻ ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ഐബ്രോസിന്റെ മേളിൽ നിന്നും ഷേപ്പിലൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കണേ. മേളിലും ലൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുന്നേ സ്റ്റാർട്ട് ചെയ്യാവുള്ളേ. ഇനി ഇതിനുള്ളിൽ ഗ്യാപ്പ് ഉള്ളിടത്തേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാവേ. ഞാൻ ഇടയ്ക്ക് ബ്രൗൺ ഷെയ്ഡും യൂസ് ചെയ്യാറുണ്ട്. ബ്രൗൺ ഷെയ്ഡിന് കുറച്ചും കൂടി ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും. ഇനി നമുക്ക് സ്റ്റാർട്ടിംഗ് പോർഷനിൽ ബ്രഷിലുള്ള ഈ പ്രോഡക്റ്റ് വെച്ചിട്ട് തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. സ്റ്റാർട്ടിങ്ങിൽ എപ്പോഴും ലൈറ്റ് ആയിട്ട് ഇരിക്കുന്നതാണ് നല്ലത്. ഇതുപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ ഐബ്രോസും കൂടി ചെയ്യാം. പിന്നെ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഐബ്രോ വളരുന്നതിന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഞാൻ പണ്ട് തൊട്ടേ വാസലിൻ ജെല്ലി നൈറ്റ് അപ്ലൈ ചെയ്തിട്ടാണ് കിടക്കാറുള്ളത്. വേറൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ ഞാൻ സലൂണിൽ പോയിട്ട് ഐബ്രോസ് എടുക്കാറില്ല, ഞാൻ തന്നെയാണ് എപ്പോഴും എടുക്കാറുള്ളത്. 1-2 തവണ ഞാൻ സലൂണിൽ പോയിട്ട് എടുത്തിട്ടുണ്ട്, പക്ഷെ അവരത് തിന്നാക്കി കളഞ്ഞു. എനിക്കങ്ങനെ തിന്നായിട്ടുള്ള ഐബ്രോസ് ഇഷ്ടമല്ല, കുറച്ച് വീതിയിലുള്ള ഐബ്രോസ് ആണ് ഇഷ്ടം. അതുകൊണ്ട് പിന്നെ ഞാൻ പോയി എടുക്കാറില്ല, തന്നെ ബ്ലേഡ് അല്ലെങ്കിൽ റേസർ വെച്ചിട്ടാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഐബ്രോസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് കൺസീലർ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ബ്രഷ് ആണ് യൂസ് ചെയ്യുന്നത്. ഷേപ്പിൽ ഒന്ന് ലൈറ്റ് ആയിട്ട് ലൈൻ ചെയ്ത് കൊടുക്കാവേ. ഇങ്ങനെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തു. ഇനി മേളിലേയും കൂടി ഒന്ന് ഷേപ്പ് ചെയ്യാം. ഇനി ആ കൺസീലർ ഒന്ന് ബ്രഷ് വെച്ചിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ കൺസീലർ യൂസ് ചെയ്യുന്നത് ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയും, അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്ത ഐബ്രോ പൗഡറിന്റെ പൊടിയൊക്കെ താഴെ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ അങ്ങ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.